അസ്സലാമു പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീമുൽ ഖിറാ എന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനും അതുപോലെ വായിച്ചു കൊടുക്കാനും പറ്റുന്നൊരു ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ പരീക്ഷ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വായന നോക്കുക, അതുപോലെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും പദങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 80 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ശ്രദ്ധിക്കുക, അതിൻ്റെ മോഡൽ എക്സാം നിങ്ങൾക്ക് എഴുതി നോക്കാവുന്നതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മാർക്ക് എത്ര നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. മറ്റു അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യോജിച്ച പേരുകൾ പറയുക എന്നതാണ്. അപ്പോൾ ഉസ്താദിനോട് എന്ത് ചെയ്യാം, യോജിച്ച പേരുകൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് അതിന് വരച്ചു കൊടുക്കാം കേട്ടോ. കുട്ടികൾ നോക്കൂ, കഅബ അല്ലേ, കഅബക്ക് യോജിച്ച എന്താണ്? കഅബൻ്റെ ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇതാണ് കഅബ. ഇനി ഹിലാൽ എന്ന് പറഞ്ഞാലോ അല്ലേ, നിലാവാണ് ഹിലാൽ എന്ന് പറഞ്ഞാൽ അല്ലേ, അതിലേക്ക് നമുക്ക് വരക്കാം. മൗസ് എന്ന് പറഞ്ഞാലോ പഴമാണ്. വറദത്ത് ഒറ്റ വാക്കിൽ അതേതാണ്, വറദത്ത് പൂവാണ്. ഓക്കെ, ഇങ്ങനെ 4 ചോദ്യങ്ങളുണ്ടാകും. ഓരോന്ന് 2 മാർക്ക് വീതമാണ് ലഭിക്കുക. അങ്ങനെ ആകെ 8 മാർക്ക് ലഭിക്കും. ഇനി അടുത്ത സെക്ഷൻ നോക്കാം നമുക്ക്. അടുത്ത സെക്ഷനിൽ നിങ്ങൾ അക്ഷരങ്ങളുടെ പേര് പറയലാണ്. ഏതാണ് അക്ഷരം? ചില കുട്ടികൾ എന്ത് ചെയ്യും, കാന്നൊക്കെ വയ്ക്കും അല്ല. അക്ഷരങ്ങൾ വയ്ക്കുമ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതെന്താണ്? അഴീനാണ്. ഇതോ ഖാഫാണ്. ഇതോ ന്യൂനാണ്. ഇതോ യാ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത സെക്ഷൻ ഏതാ? വളരെ സിമ്പിളാണ്. നൂനിന് മുകളിൽ വട്ടം വരക്കുക. നൂന് അന്നക്ഷരം. ഈ ഓരോ പദത്തിൽ നൂനുണ്ടോ എന്നാൽ അതിന് വട്ടം വരക്കണം. നജ്മിൽ നൂനുണ്ട്, അവിടെ സാമ്പിൾ കാണിച്ചത് എങ്ങനെ വരക്കേണ്ടതെന്ന്. ജുന്തിൽ നോക്ക്, രണ്ടാമത്തതാണ്. നബത്തിൽ ഫസ്റ്റ് തന്നെയുണ്ട്. ബദനിൽ ഏതോ ലാസ്റ്റ് ഉണ്ട്. ദഹ്നുൻ എന്നതിലോ അതും ലാസ്റ്റ് ഉണ്ട്. സിമ്പിളല്ലേ? നമുക്ക് അടുത്തേക്ക് പോകാം. ഇവിടെ എന്താണ്? ത്വാഇന് മുകളിൽ വട്ടം വരക്കുക. എല്ലാം വരക്കാനൊക്കെ ഉള്ളൂ, വളരെ സിമ്പിളാണ്, പേടിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ നോക്കാം. ബത്തുന് എന്നുള്ള ബത്തുന് ത്വാ, ഷർത്ത് എന്നുള്ള അവസാനമാണ് ത്വാ വന്നിട്ടുള്ളത്. തുഫിലോ ഫസ്റ്റ്, ആതുഫിലോ നടുക്ക്, ഹൈത്തിലോ നടുക്ക്. അപ്പോൾ ഇത് സിമ്പിളാണ്. ചില സമയത്ത് നമുക്ക് അയിനൊക്കെ നോക്കിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, തെറ്റ് വരാൻ അല്ലേ. അയിന് വട്ടം വരക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ നടുക്കൊക്കെ അയിന് വരുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിനൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് എന്താണ്? നമ്മൾ അറബി മലയാളം പഠിക്കുന്നതുകൊണ്ട് അറബി മലയാളം ചോദിക്കുന്നുണ്ട്. ഓരോന്നും 2 മാർക്ക് വീതമാണേ. അങ്ങനെ 8 മാർക്കുണ്ട്. എന്താണ് ഇത് പറഞ്ഞത്? ദാഖ് മുകളിൽ ചതുരം വരക്കാനാണ് പറഞ്ഞത് അല്ലേ. നമുക്ക് ഫസ്റ്റ് സാമ്പിൾ കൊടുത്തു. ധനം. രണ്ടാമത്തിലതാ നടുക്ക്. ബുധനിലതാ നടുക്ക് വന്നിട്ടുണ്ട്. ധർമ്മത്തിൽ ഫസ്റ്റ് വന്നു. വിധം എന്നതിലോ അല്ലേ നടുക്ക് വന്നു. പിന്നെയോ ധനു അതിലാദ്യം വന്നു. ഓക്കെ, സിമ്പിൾ അല്ലേ. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അടുത്തെന്താണ്? നോക്കി വായിക്കല. അപ്പോൾ ഓരോന്നിനെന്താണ്, ഓരോ സെക്ഷൻ ആദ്യം ഒരു പദം അല്ലേ, ഒരു അക്ഷരം മാത്രമുള്ളതാണ്. രണ്ടാമത്തേതിലോ 3 അക്ഷരമുള്ളതാണ്. നാലാമത്തേതിൽ മാറി അല്ലേ, 3ൽ കൂടുതലുണ്ട്. അഞ്ചാമത്തിലോ ഷദ്ദുള്ളത് വന്നു. അങ്ങനെ ഓരോ സെക്ഷൻ. അപ്പോൾ അതിന് മാർക്ക് കൂടുന്നു കുറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് നോക്കി നിങ്ങളിതാ, ഇവിടെ എന്താണ്? നിങ്ങൾക്ക് 1 മാർക്കിനാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ. ഒരക്ഷരമേ ഉള്ളൂ. കുൻ, ഹ, ലോ, കുയ് അല്ലേ. രണ്ടാമത്തൊക്കെ 3 മാർക്കാണ്. അവിടെ എന്താണ്? 3 അക്ഷരങ്ങളുള്ള പദങ്ങളാണ്. എന്താ വായിക്കാം നമുക്ക്? ഖഫസുൻ, ഖുറത്തുൻ, ഖുറത്തുൻ, അസലുൻ. ഓക്കെ, ക്ലിയർ അല്ലേ. നോക്ക്, നാലാമത്തിൽ നോക്ക് 4 മാർക്കായി ഓരോന്നിന്. 1 പോയാൽ 4 മാർക്ക് നഷ്ടമാവും. എന്ത് വായിക്കാം നമുക്ക്?
വിലാഅൻ ഉമൂറുൻ ത്വവീലുൻ. ഓക്കെ, ഇനി നോക്ക്, അവസാനത് 1-ന് 5 മാർക്കാണ്. അവിടെ ഒരു പ്രത്യേകത, എന്താ പ്രത്യേകത? ഷദ്ദുണ്ടല്ലേ. ഹവ്വല റബ്ബുക്കി ഹക്കിൻ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആകെ എത്ര മാർക്കാണ്? 80 മാർക്കിനാണ് ഉള്ളത്. വളരെ സിമ്പിളാണ്, പേടിക്കണ്ട കേട്ടോ. മാർക്ക് സിമ്പിളായി വാങ്ങാം. ഇനി നമുക്ക് ഓൺലൈൻ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ ലിങ്ക് കയറിക്കാൻ ഇങ്ങനെ കാണാം കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പേര് കൊടുക്കുക. നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ കൊടുക്കുക കേട്ടോ. ഓക്കെ, അതിന് ശേഷം പരീക്ഷ ആരംഭിക്കുന്ന അവിടെ താഴെ നെക്സ്റ്റ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഓരോന്നിനും ABCD ഇതുണ്ട്. അപ്പോൾ നോക്കുക, കഅബ എന്നതിൻ്റെ ഉത്തരം ഏതാണ്? ഇതിൽ സി ആണ്. അപ്പോൾ അവിടെ സി കൊടുക്കുക. ഹിലാൽ എന്നതിൻ്റെ എന്തായിരിക്കും? D ആണ്. അപ്പോൾ D കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഇവിടെ സബ്മിറ്റ് ആകും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേക്കും. അപ്പം നോക്കിക്കൊണ്ടേക്കുക, റീഫ്രഷ് ചെയ്തുകൊണ്ടേക്കുക. ഇത് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ, ബാക്കി അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ വ്യൂ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ, 32-4 മാർക്ക് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ മാർക്ക് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും.